everyone, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നിങ്ങളുമായിട്ടൊരു കുക്കിംഗ് റെസിപ്പി ഷെയർ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ഡിഷായിരിക്കും, എന്ത് റെസിപ്പി ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ഇത് മെയിൻലി പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് കോമൺലി കണ്ടുവരുന്ന ഒരു ഡിഷാണ് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പല ടൈപ്സും ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പിയാണ്, ബട്ട് അതിൻ്റെ തന്നെ കുറേ പാർട്സ്, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഷസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അവിടെ മെയിൻലി കോമൺലി ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിഷാണ് ഈ ഒരു സംഭവം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ചില്ലി പനീറാണ്. ഓക്കെ, അപ്പോൾ ചില്ലി പനീറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും. ആ കുഞ്ഞി ബെല്ലൈക്കൺ ഞെക്കിയാൽ ഓൾ ഓപ്ഷൻ കിട്ടും. ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി ചില്ലി പനീർ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം 2 ഉള്ളി വേണം നമുക്ക്, പിന്നെ 1 ക്യാപ്സിക്കം, പിന്നെ സോയാ സോസ് 1.5 ടേബിൾ സ്പൂണ്, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ സ്പൂൺ വീതം, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ നമ്മുടെ അമൂൽ പനീറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് മുളക് പൊടി വെള്ളത്തിൽ മിക്സ് ആക്കി വെച്ചത്, അത് നമ്മൾ സോസ് ചെയ്യുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യേണ്ടതാണ്, പിന്നെ സാൻഡ്വിച്ച് ഓയിൽ. ഇതൊക്കെയാണ് നമ്മൾ ചില്ലി പനീർ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ചില്ലി പനീർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തു. മൈദപ്പൊടിയിൽ കുറച്ച് നമ്മൾ ഉപ്പ് പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ പനീർ ഉണ്ടല്ലോ, ഈ പനീർ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു മിക്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മൈദപ്പൊടിയും പിന്നെ ഉപ്പും മുളക് പൊടിയുമാണ്. ഇനി നമുക്ക് വെള്ളം ഇട്ടിട്ട് ഇതിനൊരു പേസ്റ്റ് ഫോമിലാക്കാം. നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ചായിട്ട് ഇട്ടിട്ട് ചെയ്യണം. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ പനീർ അതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചില്ലി പനീർ ഉണ്ടല്ലോ, ഇത് നോർത്ത് ഇന്ത്യൻകാരുടെ ഡിഷാണ്. മെയിൻലി അവരുടെ ലഞ്ചിനായാലും ഡിന്നറിനൊക്കെ ആയാലും നമുക്ക് ഇത് എന്നും കാണാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അവർ കോമൺലി യൂസ് ചെയ്യുന്നതാണ് പനീർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുമാതിരി ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ ഇവിടെ നല്ലതുപോലെ ഇപ്പോൾ റെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് നമുക്ക് ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാൻ എടുക്കാം. എന്നിട്ട് അതിൽ ഞാനിപ്പോൾ സൺറിച്ച് ഓയിലാണ് ഇട്ടിട്ടുള്ളത്. ചെറുങ്ങനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. ചെറുങ്ങനെ ചൂടായി കഴിഞ്ഞിട്ട് നമ്മളിത് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു ഡീപ്പ് ഫ്രൈ ആവുന്നത് വരെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്റർ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് ഈ ഓയിലിൽ തന്നെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. എന്നാൽ മാത്രമേ അതിൻ്റെ 4 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ പോലെ ആവണം. എന്നാൽ മാത്രമേ അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അത് സോസിൽ നമ്മളിടുമ്പോൾ നല്ലതുപോലെ സ്മൂത്തിയും
നല്ല ടേസ്റ്റി ആവും. അതുകൊണ്ടാണ് ഗോൾഡൻ ബ്രൗണിഷ് ആവുന്നത് വരെ അത് ഫ്രൈ ചെയ്യാൻ പറയുന്നത്. നമുക്ക് പനീർ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു പാൻ എടുത്തു. അതിലേക്ക് നമ്മൾ പനീർ റോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോൾ എടുത്ത ആ ഓയിൽ, സെയിം ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിപ്പോൾ ബോയിലായിട്ട് വരുന്നുണ്ട്. അതിലേക്കപ്പോൾ ഇനി നമുക്ക് ഉള്ളി ചേർക്കാം. ഒരു 2 വലിയ സവാളയാണ് ഇതിലിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് ലൈറ്റിഷ് ബ്രൗൺ ആവുന്നത് വരെ ശരിക്കും നമുക്ക് സ്റ്റിർ ചെയ്യാം. നമ്മൾ എന്ത് സോസ് ചെയ്യുവാണെങ്കിൽ പോലും സിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അല്ലാതെ വലിയ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വേഗം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ സ്റ്റിർ ചെയ്യാം. ഇതിപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരണം. ഒരു ലൈറ്റിഷ് ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ശരിക്കും വഴറ്റിക്കൊണ്ടിരിക്കണം. നല്ലതുപോലെ ചെറുങ്ങനെ ബ്രൗണിഷ് ഗോൾഡൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗണിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പായ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതും ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് നല്ലതുപോലെ സ്റ്റിർ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം ഉണ്ടാക്കുന്ന സെയിം റെസിപ്പി ആട്ടോ, സെയിം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലിപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഗ്രീൻ ക്യാപ്സിക്കോ അല്ലാതെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ യെല്ലോ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ഇടാം. എനിക്ക് പക്ഷെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ ഇട്ടിട്ടുള്ളത്. ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയത് കാരണം ടൗണിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മളുടെ ഇവിടെ തൊട്ടടുത്ത ഷോപ്പിലൊന്നും അങ്ങനത്തെ ക്യാപ്സിക്കം കിട്ടൂല.
അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഗ്രീൻ മാത്രം വാങ്ങിയിട്ട് ഗ്രീൻ മാത്രം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനാട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്. ഉപ്പ് കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഇനി ഇതിപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ഒന്നും കൂടി നല്ലതുപോലെ ഡ്രൈ ആവും, നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവും, ഒന്നും കൂടി ഒന്ന് ബ്രൗണിഷ് ആയി കിട്ടും ഉള്ളിയും ക്യാപ്സിക്കോ എല്ലാം. നല്ല മണം വരാൻ തുടങ്ങിട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോസസ് ആണ്. ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂണ് സോയാ സോസ് ആണ്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്, അല്ലെങ്കിൽ ടൊമാറ്റോ സോസാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. നല്ലതുപോലെ ഒന്ന് സ്റ്റിർ ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ പിന്നെ അത്ര വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം, ഇൻ കേസ് നല്ല എരിവ് വേണമെന്ന് വിചാരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ എരിവ് കഴിക്കുന്നവർക്ക്. അതിപ്പോൾ നമ്മൾ സോസസ് ആണ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ മെയിൻലി നമ്മൾ എന്ത് ഡിഷസ് ആയിക്കോട്ടെ അതിൽ നമ്മൾ പഞ്ചസാര ഒരിത്തിരി പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യും, എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് കിട്ടൂ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ടീസ്പൂൺ പോലും ഇല്ല, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു ഇച്ചിരി പഞ്ചസാര. എന്നാൽ മാത്രമേ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മുളക് പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം കുറച്ച് മുളക് പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചത്, ആ ഒരു മിശ്രിതമാണ് ഇതിലിപ്പോൾ ചേർക്കാൻ പോകുന്നത്. ശരിക്കും ഒന്ന് ചൂടായി വരട്ടെ. കണ്ടില്ല, നല്ലതുപോലെ ഒന്ന് പത വരട്ടെ. അപ്പം എല്ലാത്തിൻ്റെയും ആയിട്ട് സോയാ സോസിൻ്റെയും ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും പിന്നെ ക്യാപ്സിക്കത്തിൻ്റെയും ഉള്ളിൻ്റെ എല്ലാം ആയിട്ട് നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കുറേ പേര് ഉണ്ടാവും ശരിക്കുള്ള റെസിപ്പി അറിയാത്തവർ, അവർക്ക് വേണ്ടി കൂടിയാണ് ഇത് മൊത്തത്തിലായിട്ട് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഓയിലെല്ലാം ഒന്ന് സൈഡിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്കിനി പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വെച്ച പനീറാണ്, അത് അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് ഇതിന് നല്ലതുപോലെ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ചില്ലി പനീർ ഉണ്ടല്ലോ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗ്രേവി വേണമെന്നുള്ളവർക്ക്. ഓക്കെ, എനിക്കിപ്പോൾ ഡ്രൈ ആണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം കൂടുതൽ ആഡ് ചെയ്യുന്നില്ല. കുറച്ചും കൂടി തിക്കാവണമെന്നാണ്, കുറച്ചും കൂടി തിക്കുള്ളതാണ് എനിക്കിഷ്ടം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം കുറച്ചും കൂടി തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരി മൈദപ്പൊടി വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു സോസിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഒരുമാതിരി ആയിട്ടുണ്ട് ഇത്. ഇത് നമുക്ക് ഒന്ന് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. മൈദയും വെള്ളവും ആഡ് ചെയ്ത് ആ മിശ്രിതം ഇതിൽ ചേർത്തത് കൊണ്ട് തന്നെ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും. ഇതിന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഇപ്പം നല്ലതുപോലെ ഒന്ന് വൈറ്റ് വന്നിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല മണം വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചില്ലി പനീർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും എല്ലാം വേണമെങ്കിൽ വേഗം ഇങ്ങോട്ടേക്ക് ഓടി വന്നോ, കൊതിപ്പിക്കുകയാണെന്ന് വിചാരിക്കല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീണ്ടും ഇങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്ന റെസിപ്പി ചെയ്യും. ഓക്കെ, ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലീസ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് വീട്ടിൽ വെച്ചൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂനൂസ് ഡ്രീം വേൾഡ്. ടേക്ക് കെയർ, ബൈ ബൈ.